Morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Show that the functions x and x are linearly independent. ഈ രണ്ട് ഫംഗ്ഷൻസും ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് y1 നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? y1 is equal to x. y2 എന്താണ് തന്നിരിക്കുന്നത്? x l. ഇവിടെ y1 ഡാഷ് കണ്ടുപിടിക്കുക. y1 ഡാഷ് എന്താണ്? 1. y2 ഡാഷ് കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ x into 1/x plus ln x into 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus ln x. അപ്പോൾ y1 dash is equal to 1, y2 dash is equal to 1 plus ln x. Then നമ്മൾ റോൺസ്കിയൻ കോൺസ്റ്റന്റ് w കണ്ടുപിടിക്കുക. റോൺസ്കിയൻ കോൺസ്റ്റന്റ് അതിന്റെ ഫോർമുല എന്താണ്? y1 y2 y1 dash y2 dash. Then ഈ y1 y2 നമ്മുടെ കയ്യിലുണ്ട് എന്താണ്? x, y2 എന്താണ്? x ln x. y1 dash നമ്മുടെ കയ്യിലുണ്ട് എന്താണ്? ഡെറിവേറ്റീവ് 1 ആണ്. y2 dash എന്താണ്? 1 plus ln x. Then ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് വരും നോക്കിയേ? x into 1 plus ln x minus x ln x എന്ന് പറഞ്ഞാൽ എന്താണ്? x plus x ln x minus x. That is നമുക്ക് x കിട്ടും. That is not equal to 0. x not equal to 0 ആണ്. Therefore we can say that the functions x comma x ln x are linearly ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അവർ രണ്ട് ഫംഗ്ഷൻ തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? റോൺസ്കിയൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം w. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിറ്റർമിനന്റ് y1 y2 ഫസ്റ്റ് റോയിൽ y1 y2 സെക്കൻഡ് റോയിൽ y1 dash y2 dash. y1 y2 നമുക്ക് തന്നിരിക്കുന്നത് y1 is equal to x ആണ്, y2 is equal to x ln x ആണ്. അപ്പോൾ y1 dash എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് x 1 വരും. y2 dash എന്ന് പറയുന്നത് x ln x ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? d/dx of u is equal to u into v dash plus v into u dash. ഫസ്റ്റ് ഫംഗ്ഷൻ into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x into 1/x plus ln x into 1 എന്ന് പറഞ്ഞാൽ 1 plus ln x. ഇനി നമ്മൾ റോൺസ്കിയൻ കോൺസ്റ്റന്റിന്റെ w ന്റെ ഫോർമുലയിൽ y1 y2 y1 dash y2 dash സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ln x 1 plus ln x. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x കിട്ടും. x not equal to 0 ആണ്. Therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? The functions are linearly independent. x not equal to 0, w equal to x not equal to 0. The solutions are linearly independent. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാനില്ല. അടുത്ത പ്രോബ്ലം, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. y double dash plus 4y dash plus 2.5y is equal to 0. ഇത് എന്ത് ചോയ്സാണ്? ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. നമുക്ക് ഈ ഡിഫറൻഷിയേഷൻ സോൾവ് ചെയ്ത് ഇതിന്റെ y കണ്ടുപിടിക്കണം. y അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷൻ എന്താണ്? y double dash plus 4y dash plus 2.5y is equal to 0 തന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാം? d square y by dx square plus 4 into dy by dx plus 2.5y is equal to 0. First we ഇത് നമ്മൾ y double dash d square y by dx കൊടുത്തു, y dash dy by dx കൊടുത്തു, then 2.5. ഇനി നമ്മൾ d ക്ക് പകരം ഇതിനെ സിംബോളിക് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. സിംബോളിക് ഫോമിലോട്ട് കൺവെർട്ട് d ക്ക് d by dx കൊടുക്കുമ്പോൾ d
d square y plus 4dy plus 2.5y is equal to 0. And common ആയിട്ടുള്ള y നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d square plus 4d plus 2.5 of y is equal to 0. ഇനി നമ്മൾ ഇതിന്റെ ആക്സിലറി ഇക്വേഷൻ എഴുതാം. എന്താണ് ആക്സിലറി ഇക്വേഷൻ? ആക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 2.5 is equal to 0. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് ലാംഡയുടെ വാല്യൂ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ താഴെ എന്താണ് 22. ദാറ്റ് ഈസ് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 16 മൈനസ് 10 എന്ന് പറയുന്നത് 6 ആണ്. റൂട്ട് 6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 6 ബൈ 2. Where the roots are, the roots are real and distinct. Roots are real and distinct. അപ്പോൾ റൂട്ട്സ് ഏതൊക്കെയാണ് കിട്ടിയത്? ലാംഡ 1 is equal to -4 plus root 6 by 2 at the -4 minus root 6 by 2. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ y is equal to നമ്മൾ എഴുതാം. y is equal to c1 into e raised to m1x. ഫസ്റ്റ് റൂട്ട് m1 എന്നുള്ളത് -4 plus root 6 by 2 m2 എന്നുള്ളത് -4 minus root 6 by 2 ആണ്. അപ്പോൾ നമ്മൾ ആ ഫോർമുല കൊടുക്കുമ്പോൾ -4 plus root 6 by 2 into x plus c2 into e raised to -4 minus root 6 by 2 into x. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയ ആൻസർ എന്താണ്? c1 into e raised to -4 plus root 6 by 2 plus c2 into e raised to -4 minus root 6 by 2. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. സോ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ അതിനെ സിംബോളിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. സിംബോളിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? d by dx ന് ഒരു ക്യാപിറ്റൽ D കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? d square y plus 4dy plus 2.5y is equal to 0 എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള y നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ d square plus 4d plus 2.5 of y is equal to 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 2.5 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള ഫോർമുല എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a. ആ ഫോർമുല ഉപയോഗിച്ച് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടണേ? -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 6 by 2. അപ്പോൾ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. ഇവിടെ രണ്ട് റൂട്ടാണ് കിട്ടുന്നത്. ഫസ്റ്റ് റൂട്ട് m1 എന്നുള്ളത് -4 പ്ലസ് റൂട്ട് 6 by 2, മറ്റേ -4 മൈനസ് റൂട്ട് 6 by 2. Therefore roots are real and distinct ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഫോർമുല എന്താണ്? y is equal to c1 into e raised to m1x plus c2 into e raised to m2x. ഈ m1 ന്റെ m2 ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -4 plus root 6 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m2 ന്റെ സ്ഥാനത്ത് -4 minus root 6 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന സൊല്യൂഷൻ y is equal to c1 into e raised to -4 plus root 6 by 2 into x plus c2 into -4 plus -4 minus root 6 by 2 into x. ഇങ്ങനെയാണ് സൊല്യൂഷൻ കിട്ടുക. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.